പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാവേരി പാലുമായി നരേൻ്റെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അവളെ മൈൻഡ് ചെയ്യാതെ നരേൻ കാറിൻ്റെ ഡോർ തുറക്കുമ്പോഴേക്കും ഡോർ തട്ടി കാവേരിയുടെ കയ്യിലെ കപ്പ് താഴോട്ട് വീണ് പൊട്ടുകയാണ്. അതും കാര്യമാക്കാതെ അവൻ കാറുമെടുത്ത് പോകുമ്പോഴേക്കും അവൻ്റെ ആ പോക്ക് കാണെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ കാവേരി. പിന്നീട് വിനീതും കാവേരിയും ചെക്ക് മാറാനായി ബാങ്കിലെത്തിയിരിക്കുക. അവിടുത്തെ ഒരു സ്റ്റാഫ് അവരുടെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങി നോക്കി. 50 ലക്ഷം വലിയ എമൗണ്ട് ആണല്ലോ എന്ന് ചോദിക്കേ. ഇന്ന് തന്നെ ചെക്ക് മാറിക്കിട്ടോ സാർ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ ആ ചെക്കുമായി മാനേജറുടെ റൂമിലേക്ക് പോയി. അയാളുമായി എന്തൊക്കെയോ സംസാരിക്കുകയാ. അത് ശ്രദ്ധിച്ച വിനീതും എന്തു പറ്റി, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പരിഭ്രമത്തോടെ പറയേ. അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് കാവേരിയും. പിന്നെന്താ ചെക്ക് മാറിത്തരാത്തത് എന്ന് വിനീതും ചോദിക്കുക. മാറിത്തരും വിനീതേട്ടാ എന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോഴേക്കും അയാൾ വിനീതിനെയും കാവേരിയെയും മാനേജർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അത് കണ്ട് വിനീത് വീണ്ടും എന്തോ കുഴപ്പമുണ്ട് കാവേരി എന്ന് പറയേ. എന്താ എന്ന് കാവേരിയും ചോദിക്കുക. ആ മാനേജർ നമ്മളെ നോക്കുന്ന കണ്ടില്ലേ എന്ന് വിനീത് ചോദിക്കുക. അവരുടെ അടുത്ത് നമ്മളെ നോക്കണ്ടെന്ന് പറയാൻ പറ്റൂ വിനീതേട്ടാ എന്ന് പറഞ്ഞവർ മാനേജറുടെ ക്യാബിനിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കെ മാനേജർ തന്റെ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. അത് കണ്ട് വിനീതും കണ്ടില്ലേ കാവേരി, അയാൾ ജയപാലിനെ ആയിരിക്കും വിളിക്കുന്നത് എന്ന് വിനീത് പറയേ. ജയപാലിനെയോ? അതിനിവിടെ ആർക്കാ വിനീതേട്ടാ ജയപാലിനെ അറിയുന്നേ എന്ന് കാവേരിയും ചോദിക്കുക. അയാളെ എല്ലാവർക്കും അറിയാം കാവേരി, ഈ ഇരിക്കുന്നതൊക്കെ അയാളുടെ ആൾക്കാരായിരിക്കും എന്ന് അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ നോക്കി വിനീത് പറയുന്നു. മാനേജർ കോൾ നിർത്തുമ്പോഴേക്കും ചെക്കുമായി പോയ ആ സ്റ്റാഫും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. അത് കണ്ട് വിനീതും വരുന്നുണ്ട്. അയാൾ ഇപ്പോൾ പറയും ചെക്ക് മാറാൻ പറ്റില്ലെന്ന് എന്ന് വിനീത് പരിഭ്രമത്തോടെ പറയുന്നതൊക്കെ ഒന്ന് ചുമ്മാതിരിക്കും വിനീതേട്ടാ എന്ന് കാവേരിയും പറയുകയാ. അല്ലെങ്കിൽ കാവേരി നോക്കിക്കോ എന്ന് വിനീത്. അയാൾ തന്റെ ചെയറിലേക്ക് വന്നിരുന്നുകൊണ്ട് വിനീതിന്റെ അക്കൗണ്ടിലേക്കല്ലേ പണം വേണ്ടത് എന്ന് ചോദിക്കേ. അതെ, ജയപാലൻ തന്നത് ബ്ലാങ്ക് ചെക്കാ, അവിടെ എന്റെ പേര് എഴുതി ചേർത്തതാന്ന് വിനീത് പറയുന്നുണ്ട്. അത് കേൾക്കേ കാവേരിയും അത് സാർ വിനീതേട്ടനെ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയേ. നോ പ്രോബ്ലം, സെയിം ബാങ്ക് ആയതുകൊണ്ട് ട്രാൻസാക്ഷൻ എളുപ്പമാ എന്നയാൾ പറയുന്നത് കേൾക്കേ സന്തോഷത്തോടെ പണം ഇന്ന് തന്നെ കിട്ടില്ലേ സാർ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. ക്യാഷ് ചെക്ക് അല്ലേ, പണം വേണ്ടത് ക്യാഷ് ആയിട്ടാണോ അതോ അക്കൗണ്ടിലാണോ എന്നയാൾ ചോദിക്കേ. നിളയുടെ ഓപ്പറേഷനാ, ഇപ്പോൾ പണം അത്യാവശ്യം എന്ന് വിനീതും പറയുന്നുണ്ട്. അത് കേൾക്കെ അയാളും അക്കൗണ്ട് ട്രാൻസ്ഫറാ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പണം കയ്യിൽ വെക്കുന്നത് സേഫ് അല്ല. ഓൺലൈൻ പേയ്മെന്റ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, ഹോസ്പിറ്റലിലും അത് തന്നെ ആയിരിക്കും സൗകര്യം. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനുള്ള സൗകര്യം നിങ്ങളുടെ ഫോണിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കേ. കാര്യം മനസ്സിലാവാതെ നിൽക്കുന്ന വിനീതിനോടായി ഫോണിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കാവേരിയും വിനീതിന് മനസ്സിലാക്കി കൊടുക്കുന്നു. പറ്റും എന്ന് വിനീത് പറയേ. ഓക്കെ എന്ന് പറഞ്ഞ അയാൾ അക്കൗണ്ടെല്ലാം സെർച്ച് ചെയ്ത് നോക്കി. ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ എമൗണ്ട് വരുമ്പോൾ ഞങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും ക്യാഷ് ചെക്ക് ആവുമ്പോൾ. പുഷ്പവാടിയിലെ ബ്രാഞ്ചിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്തു തന്നു എന്ന് പറയുമ്പോഴേക്കും വിനീതിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാ. ഒരു മെസ്സേജ് വന്നെന്ന് നോക്കിയേ എന്നയാൾ പറയേ. വിനീത് ആ മെസ്സേജ് എടുത്ത് നോക്കുകയാ. അത് കണ്ട് അവനും സന്തോഷത്തോടെ കാവേരി 50 ലക്ഷം എന്ന് പറയേ. കാവേരിയും സന്തോഷത്തോടെ അത് വാങ്ങി നോക്കി. ആ സ്റ്റാഫിനോടായി താങ്ക് യു സാർ, പണം ക്രെഡിറ്റ് ആയി എന്ന് പറയേ. ഓക്കെ എന്ന് അയാൾ. വിനീതേട്ടാ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കാവേരി വിളിക്കേ. വിനീതും ആ സ്റ്റാഫിനെ താങ്ക് യു പറഞ്ഞ് കാവേരിയുടെ കൂടെ പുറത്തോട്ട് ഇറങ്ങുകയാ. ആ സമയത്താണ് തിരുവനന്തപുരത്തെത്തിയ നിവിനും ബാങ്കിന്റെ പരിസരത്തു തന്നെയുള്ള ഒരു തട്ടുകടയിലേക്ക് ചെന്ന് ഒരു ജ്യൂസ് ഓർഡർ ചെയ്ത് പുറത്തേക്ക് നോക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ബാങ്കിൽ നിന്നിറങ്ങിയ കാവേരിയും വിനീതും റോഡിലൂടെ നടന്നു വരുന്നത്. വിനീത് കാവേരിയോടായി പറയുന്നുണ്ട്, പൗലോസ് അച്ഛൻ അരമനയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വിളിക്കാനാ അച്ഛൻ പറഞ്ഞത്. കാവേരി എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, ഞാനേ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് വന്നോളാം എന്ന് വിനീത് പറയേ. കാവേരിയും ശരിയെന്ന് സമ്മതിക്കുക. ആ കൂൾ ഡ്രിങ്ക്സ് എത്തുന്ന നിവിനും അത് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സംസാരിച്ചുകൊണ്ട് വരികയായിരുന്ന കാവേരിയും വിനീതും ആ കൂൾ ബാറിനരികിൽ എത്തുന്നുണ്ട്. ആ കൂൾ ബാറിന് പുറത്തിരുന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് നിവിനും. കൂൾ ബാറിന് മുന്നിൽ വന്നു നിൽക്കുന്ന കാവേരിയെ നിവിൻ കാണുന്നില്ല. വിനീതും കാവേരിയോടായി നിക്ക്, ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു പോവാം, നടക്കാൻ കുറച്ച് ദൂരമില്ലേ എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോ വിളിക്കാനായി പോവുകയാണ്. വിനീത് ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവന്നിറങ്ങി കാവേരിയോട് അതിൽ കയറാനായി പറയുകയാണ്. കാവേരി അതിലേക്ക് കയറിയിരുന്ന വിനീതിനോട് യാത്ര പറയുമ്പോഴാണ് ഓട്ടോയിലിരിക്കുന്ന കാവേരിയെ നിവിൻ കാണുന്നത്. അവൻ അമ്പരപ്പോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും കാവേരി യാത്ര പറഞ്ഞു പോവുകയാ. പോവാൻ തുടങ്ങിയ വിനീതിനെ വിനീതേ എന്ന് നിവിൻ വിളിക്കുന്നുണ്ട്. അവനെ കാണുന്ന വിനീതും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവാൻ തുടങ്ങുകയാ. ഗ്ലാസ് അവിടെ വെച്ച് വിനീതേ നിക്കെന്ന് പറഞ്ഞ് നിവിൻ പോവാൻ തുടങ്ങുന്നേരം ഡോഡോ കാശ് തന്നിട്ട് പോടോ എന്ന് കടക്കാരനും പറയുകയാ. നിവിൻ പെട്ടെന്ന് കാശെടുത്ത് കൊടുക്കുമ്പോഴേക്കും ചില്ലറ ഇല്ലെന്ന് അയാളും പറയുന്നുണ്ട്. ബാക്കി വെച്ചോ എന്ന് പറഞ്ഞ് നിവിൻ ഇറങ്ങിയോടി വിനീതിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഡാ വിനീതേ നിക്കടാ എന്ന് പറഞ്ഞ് നിവിൻ അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും അവന്റെ കൈ തട്ടി മാറ്റി വിടെന്ന് പറഞ്ഞ്
വിനീത് ദേഷ്യത്തോടെ നടന്നു നീങ്ങുകയാ. നിവിൻ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ച് ഇടാ വിനീതേ ഒന്ന് നിക്കടാ എന്ന് പറയേ വിനീതും തന്റെ കൈ വിടുവിച്ച് നിവിനെ ആളെ വിടുന്നേ എന്ന് പറയുന്നുണ്ട്. എടാ വിനീതേ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് നിവിനും. നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ദേഷ്യത്തോടെ വിനീതും ചോദിക്കുന്നുണ്ട്. എടാ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് നിവിൻ പറയേ ഞങ്ങളെയോ അതോ കാവേരിയെയോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനീതിനൊരു കോൾ വരികയാ. എടാ വിനീതേ ഞാനൊന്ന് പറയട്ടെ എന്ന് നിവിൻ പറയുമ്പോഴേക്കും വിനീത കോൾ അറ്റൻഡ് ചെയ്യുക. സാറേ ഇത് ARB ബാങ്കിൽ നിന്നാണേ. വിനീത് കുമാർ സാറല്ലേ? ഞങ്ങളുടെ ഒരു ബാങ്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്നൊക്കെ അയാൾ ഫോണിലൂടെ പറയുമ്പോഴേക്കും തന്നെ ശല്യം ചെയ്യുന്ന നിവിനോടായി എടാ ബാങ്കിൽ നിന്നുള്ള കോളാ. നിളയുടെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിനായി അവിടെ ഒരു ചെക്ക് കൊടുത്തേക്കുവാ. അമ്മാവിന്റെ പണമാണെന്നറിഞ്ഞ് ഇനി അത് മുടക്കാൻ വന്നിരിക്കുകയാണോ എന്ന് വിനീത് ദേഷ്യത്തോടെ ചോദിക്കേ. എടാ സോറി നീ സംസാരിക്കുന്ന നിവിനും. വിനീത് വീണ്ടും കോൾ അറ്റൻഡ് ചെയ്ത് സോറി സാർ പറഞ്ഞോളൂ എന്ന് പറയേ. ഇറ്റ്സ് ഓക്കെ ഇത് അക്കൗണ്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള കോളാണ്. സാറ് ഫ്രീ ആണോ? സാറ് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു ചെക്ക് മാറിയിരുന്നില്ലേ? നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നിൽ ഒരു 16 അക്ക നമ്പർ ഉണ്ട്, അതൊന്ന് പറയാവോ എന്ന് ചോദിക്കേ. വിനീത് പെട്ടെന്ന് തന്റെ ATM കാർഡ് എടുത്ത് ആ നമ്പർ പറഞ്ഞു കൊടുക്കുകയാ. കിട്ടിയില്ലേ എന്ന് വിനീത് ചോദിക്കേ. കിട്ടി സാർ, ഇപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അതും കൂടി ഒന്ന് പറഞ്ഞു തരാവോ എന്നയാൾ ചോദിക്കേ. വിനീതിന്റെ മൊബൈലിലേക്ക് OTP വരികയാ. അവനത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഓക്കെ സാർ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് അയാൾ കോൾ വെക്കുകയാണ്. അതുവരെ ടെൻഷനോടെ വിനീതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്ന നിവിനും അവന്റെ അരികിലേക്ക് വന്ന് വിനീത് ബ്രോ ടു ബി ഫ്രാങ്ക് കാവേരിയെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ബ്രോയോടും മറ്റാൾക്കാരോടും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെല്ലാം എനിക്ക് ഹൃദയം കൊണ്ട് വേണ്ടപ്പെട്ടവർ തന്നെയാ. പക്ഷേ എനിക്ക് കാവേരിയെ ഒന്ന് കാണണം, തുറന്ന് സംസാരിക്കണം. എടാ കാവേരി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക, നിങ്ങളാരും ഫോൺ എടുക്കുന്നുമില്ലെന്ന് നിവിൻ ടെൻഷനോടെ പറയുന്നുണ്ട്. അത് കേട്ട് വിനീതും നിവിനെ നീ വിചാരിച്ചോ ഞാൻ നിന്നോട് പിണങ്ങിയെന്ന്? എനിക്ക് നിന്നോട് കുഴപ്പമൊന്നുമില്ലടാ, അല്ലെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചവരോട് പിന്നെ പിണങ്ങാനൊന്നും പറ്റില്ലടാ. അവരെന്നെ കബളിപ്പിക്കുകയാണെങ്കിൽ പോലും നീയും അതുപോലുള്ള ഒരാളാ. അതിനർത്ഥം നീ എന്നെ കബളിപ്പിച്ചു എന്നല്ല, നിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, എനിക്കത് മനസ്സിലാവും. പക്ഷേ ആ സമയത്ത് എനിക്ക് നിന്നോട് അങ്ങനെ പെരുമാറാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരൽപ്പം ചാവി കാണിച്ചിരുന്നെങ്കിൽ നീ രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറി കാവേരിയുടെ പിന്നാലെ വന്നേനെ. അതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാവില്ലായിരുന്നു. രാഗിണിയുമായുള്ള കല്യാണം മുടങ്ങിയാൽ ജയപാലനോ നിന്റെ അമ്മയോ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സർവ്വ ആയുധങ്ങളുമായിട്ട് അവര് കാവേരിക്ക് പിന്നാലെ വന്നേനെ. നീ നിന്റെ പ്രണയം തുറന്നു പറയാത്തതുകൊണ്ട് കാവേരി ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. പിന്നെന്തിനാടാ അവൾ അതിന്റെ പേരിൽ ഒരു ശിക്ഷ അനുഭവിക്കുന്നത്? കാവേരിക്കെതിരെ നിന്റെ വീട്ടുകാർ തിരിഞ്ഞാ നീ വെറുതെ ഇരിക്കോ? അച്ഛനമ്മമാരും മക്കളുമൊക്കെ പരസ്പരം വെട്ടേണ്ടി വന്നേനെ. ഇതിപ്പോ നിനക്ക് കുറച്ച് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിച്ചില്ലേ? കാവേരിക്ക് അവളുടെ അച്ഛനെ പറ്റിച്ച് ജയപാലൻ സ്വന്തമാക്കിയ പണം തിരികെ കിട്ടി. നീയും രാഗിണിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. ദേ നിളമോളുടെ ഓപ്പറേഷൻ നടക്കും എന്ന് വിനീത് പറയേ. ബ്രോ അതങ്ങനൊന്നും അല്ല എന്ന് നിവിൻ പറയുമ്പോഴേക്കും അവനൊരു കോൾ വരികയാ. ആ കോൾ എടുത്തു നോക്കി എടാ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം എന്ന് നിവിൻ പറയുന്നുണ്ടെങ്കിലും നീ കോൾ എടുക്കെന്ന് വിനീതും. അവൻ കോൾ എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് രാഗിണിയായിരുന്നു. മനസ്സിലായോ നിനക്കെന്നെ എന്നവൾ ചോദിക്കുന്നവൾക്ക് നിവിൻ വിനീതിന്റെ അരികിൽ നിന്ന് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. വിനീത് അപ്പോഴേക്കും അവിടുന്ന് പോകുന്നുണ്ട്. രാഗിണിയും പറയുന്നുണ്ട് കല്യാണ മണ്ഡപത്തിലെ നീ താലി കഴുത്തിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചു പോയൊരു പെണ്ണില്ലേ അവളാടാ ഞാൻ എന്നവൾ പറയുന്നവൾക്ക് ദേഷ്യത്തോടെ രാഗിണി എന്ന് വിളിക്കുക നിവിനും. അത് കേട്ട് അവളും ചിരിയോടെ അപ്പോ നീ എന്റെ പേര് മറന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കേ. നീ വെച്ചിട്ട് പോ രാഗിണി, എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് ദേഷ്യത്തോടെ നിവിനും. നിന്റെ ജോലി എന്തെന്നൊക്കെ എനിക്കറിയാം. അല്ല നീ ഇപ്പോ തിരുവനന്തപുരത്തല്ലേ എന്നവൾ ചോദിക്കുന്നത് നിവിനും ഒരു ഷോക്ക് ആവുകയാ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനാണെന്ന് അങ്കിളിനും ആന്റിക്കും മുന്നിൽ ഒരു എക്സ്ക്യൂസ്. എന്ത് അഡ്മിനിസ്ട്രേഷനാ നീ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നത് എന്നവൾ ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, വെച്ചിട്ട് പോടി എന്ന് നിവിനും പറയുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് പോയേക്കാം, പക്ഷേ കൊച്ചിയിലേക്ക് പോയ നീ തിരുവനന്തപുരത്ത് കാവേരിയുടെ പിന്നാലെ ചുറ്റിത്തിരികയാണെന്നറിയുമ്പോൾ രാജി ആന്റിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ട്. കാവേരി പ്രശ്നത്തിൽ അവര് സ്ലീപ്പിംഗ് പിൽസ് നിന്ന് ചാവാൻ തുടങ്ങിയപ്പോഴല്ലടാ നീ എന്നെ കെട്ടാൻ തയ്യാറായത്. അല്ല ഇത്തവണ അവര് കയ്യിലെ ഞരമ്പ് മുറിക്കോ അല്ല കഴുത്തിൽ കയറ് കെട്ടി കയത്തിൽ ചാടോ എന്നവൾ ചോദിക്കുന്നവൾക്ക് ദേഷ്യം സഹിക്കാനാവാതെ യു ബ്ലഡി എന്ന് പറഞ്ഞ് അവനും കോൾ വെക്കുകയാ. അവൻ കോൾ വെച്ചത് കണ്ട് ദേഷ്യം അടക്കാൻ കഴിയാതെ ഇരിപ്പാ രാഗിണിയും. കോൾ കഴിഞ്ഞ് നിവിൻ നോക്കുമ്പോഴേക്കും വിനീതിന് അവിടെങ്ങും കാണുന്നില്ല. വിനീത് ബ്രോ എന്നൊക്കെ വിളിച്ച് അവൻ അവിടെ എല്ലാം തിരയുന്നുണ്ടെങ്കിലും വിനീതിനെ കാണാഞ്ഞ് അവൻ ആകെ ടെൻഷൻ ആവുകയാണ്. വിനീത് അപ്പോഴേക്കും പള്ളിയിൽ പൗലോസ് അച്ഛന്റെ അരികിൽ എത്തിയിരുന്നു. അച്ഛൻ വിനീതിനോടായി പറയുന്നുണ്ട് അരമനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ തയ്യലെല്ലാം നിനക്ക് തന്നെയാ വിനീതേ. അത് കേൾക്കെ സന്തോഷത്തോടെ വിനീതും നന്ദിയുണ്ടാച്ചോ എന്ന് പറയുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ അക്കാര്യം ഇവിടെയുള്ള അച്ഛനോട് സംസാരിച്ചു എന്ന് പൗലോസ് അച്ഛൻ വീണ്ടും പറയേ. എങ്ങനാ നന്ദി പറയേണ്ടതെന്ന് എന്ന് വിനീതും പറയുന്നുണ്ട്. എന്റെയല്ല ദൈവത്തിന്റെ കൃപ. ആ കുഞ്ഞിനെ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്തോ എന്നച്ഛൻ ചോദിക്കേ. ഇല്ലച്ചോ നാളെയാ എന്ന് വിനീതും. ദൈവാനുഗ്രഹം ഉണ്ടാവും എന്റെ പ്രാർത്ഥനയും. പിന്നെ വിനീതേ
ഇവിടെ ഇരുന്ന് തുണി തയ്ക്കാനുള്ള സൗകര്യമില്ല, അതിന് നീ തന്നെ ഒരിടം കണ്ടെത്തണം. എന്നച്ചൻ പറയെ, ഒരു മെഷീൻ ഇടാനുള്ള സ്ഥലം മതിയച്ചോ, ഞാനൊരിടത്ത് ആർക്കും ശല്യം ഉണ്ടാക്കാതെ ഇരുന്ന് തയ്ച്ചോളാം എന്ന് വിനീത് പറയുന്നു. അതെന്താ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യമില്ലേ എന്ന് അച്ഛനും ചോദിക്കുക. സൗകര്യം കുറവാണച്ചോ എന്ന് വിനീത് പറയെ, ഇവിടെ റൂം ഇല്ലാത്തതല്ല പ്രശ്നം, തയ്ക്കുമ്പോഴുണ്ടാവുന്ന ശബ്ദമാണ്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ നിശബ്ദതയാണല്ലോ മുഖ്യം. അത് മാത്രമല്ല, വലിയ വലിയ തയ്യൽ യൂണിറ്റുകാരൊക്കെ ഇവിടെ ഓർഡർ എടുക്കാൻ വന്നിരുന്നു. പള്ളിയുമായിട്ട് പല വിധത്തിലുള്ള അടുപ്പമുള്ളവരാ അവരൊക്കെ നോക്കുമ്പോ നീ ഇവിടെ തയ്ച്ചോണ്ടിരുന്നാലേ സ്വന്തമായിട്ടൊരു കട പോലും ഇല്ലാത്ത ഇയാൾക്കാണോ അരമനയുടെ ഓർഡർ മുഴുവൻ കൊടുത്തതെന്നൊരു ചോദ്യമുണ്ടാവും. വീട്ടില് സൗകര്യമില്ലെങ്കിൽ നീ ഒരു കട നോക്കെന്ന് അച്ഛൻ പറയുന്നുണ്ട്. കടയോ എന്ന് അമ്പരപ്പോടെ വിനീത് ചോദിക്കെ, അതിനെന്താ, നീ എന്തായാലും തയ്യൽ ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പോകുന്നത്, എന്തായാലും തിരുവനന്തപുരത്ത് താമസമാക്കാൻ തീരുമാനിച്ചു. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നോക്കേണ്ടതല്ലേ ഒരു കട, അതിപ്പോ തന്നെ ആയാലെന്താ, അതിനൊരു വഴി നോക്ക് വിനീത എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോവുകയാ. അവിടെ പുതിയ വാടക വീട്ടിൽ ഗംഗ മുറ്റമടിച്ചുകൊണ്ടിരിക്കുക. അവിടെല്ലാം വെറുതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയായിരുന്ന യമുനയും കിണറിലേക്ക് നോക്കി, നല്ല വെള്ളമുണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയേ, നീ അവിടെ വെള്ളവും നോക്കി നിൽക്കാതെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഗംഗ അവളെ വഴക്കു പറയുകയാ. കാവേരിയുടെ ജനലെ പൊടിയെല്ലാം തട്ടുകയാ. അപ്പോഴാണ് ഗായത്രി അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ട് വരൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് കാവേരി. ആഹാ, അടിച്ചു തുടച്ച് കഴിഞ്ഞില്ലേ ഇതുവരെ എന്ന് ഗായത്രി ചോദിക്കേ, സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെച്ചിട്ട് ഇത് വൃത്തിയാക്കാന്ന് വിചാരിച്ചു എന്ന് കാവേരിയും. അത് നല്ലതാ, ഫർണിച്ചറൊക്കെ കുറെയുണ്ടോ എന്ന് ഗായത്രി ചോദിക്കേ. ഇല്ല, അത്യാവശ്യം വേണ്ടതേ കൊണ്ടുവന്നുള്ളൂ, ഇവിടുത്തെ വീട് നോക്കിയിട്ട് അതൊക്കെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. മലയിറക്കി കൊണ്ടുപോരണ്ടേ, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഇവിടെ എല്ലാം ഉണ്ടല്ലോ എന്ന് കാവേരിയും പറയുകയാണ്. അതെ, ഗ്യാസ് കണക്ഷൻ അടക്കം എല്ലാം ഇവിടെയുണ്ട്. പുതിയ വീട് വെച്ചപ്പോ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല, എല്ലാം പുതിയത് വാങ്ങിച്ചതാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ. അമ്മയില്ലേ അകത്ത് എന്ന് ഗായത്രി ചോദിക്കേ. ഉണ്ടല്ലോ, ചെന്നോളൂ എന്ന് കാവേരി പറയേ. ഗായത്രി അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടി തുറന്നെടുക്കുകയാണ് ശാരദയും അച്ചമ്മയും നിളയും കൂടി. അപ്പോഴാണ് ഗായത്രി അങ്ങോട്ട് വന്ന് അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. അവളെ കണ്ട് ചിരിയോടെ, എന്ത് ചോദ്യം ഇത്, കേറി വായെന്ന് ശാരദയും. എന്നെ മനസ്സിലായോ എന്നവൾ ചോദിക്കേ. പിന്നെ അംബികാമ്മയുടെ മോളല്ലേ എന്ന് ശാരദയും. അതെ, ഗായത്രി എന്ന് ഗായത്രി തന്നെ പരിചയപ്പെടുത്തുകയാ. ശാരദയും, ഞാൻ ശാരദ, ഇത് രാധമ്മ, എന്റെ ഭർത്താവിന്റെ അമ്മയാ, പക്ഷേ അല്ല അമ്മ തന്നെ എന്ന് പറയാം എന്ന് ശാരദ പരിചയപ്പെടുത്തേ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അമ്മ പറയാറുണ്ട് എന്ന് പറഞ്ഞ് ചിരയോടെ നോക്കി നിൽക്കുന്ന നിളയോടായി, മോൾ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കേ. നിള ഗായത്രിയുടെ അരികിലേക്ക് ചെല്ലുകയാ. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കണേ എന്ന് ഗായത്രി ചോദിക്കേ. 8th എന്ന് നിളയും. ഇവിടെ സ്കൂളൊക്കെ നോക്കിയോ എന്ന് ഗായത്രി ശാരദയോടായി ചോദിക്കേ. ഇല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ നോക്കാമെന്ന് വിചാരിച്ചുവെന്ന് ശാരദയും പറയുന്നുണ്ട്. നിളയെ സ്നേഹത്തോടെ ഒന്ന് തലോടി, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്ന് ഗായത്രി പറയേ. ചിരിയോടെ ശാരദ അത് സമ്മതിക്കുകയാ. അമ്മയും ഗംഗയും കാവേരിയും കൂടി തയ്യൽ മെഷീൻ എല്ലാം പുറത്തേക്ക് പിടിച്ചിട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നരേൻ തന്റെ മൊബൈലിൽ ഒരു ക്ലയന്റിനോട് ദേഷ്യത്തെ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ എനിക്ക് കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലോ, സൗകര്യപ്പെടില്ല അത്ര തന്നെ എന്നവൻ ഒച്ചവെക്കുന്നത് കാവേരിയും കൂട്ടരും ശ്രദ്ധിക്കുകയാ. എന്താ എന്നോട് എപ്പോ പറഞ്ഞെന്ന്? ദേ, താൻ വെറുതെ നുണ പറയാൻ നിക്കല്ലേ, ഇതാണ് എനിക്ക് നിങ്ങളെപ്പോലുള്ളവരെ ഇഷ്ടമല്ലാത്തത്. എന്ത്, ഓഫീസിൽ 100 കൂട്ടം തിരക്കിലിരിക്കുമ്പോ വന്ന് പറഞ്ഞെന്നോ? എടോ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇയാൾ എക്സ്ക്യൂസ് പറയില്ലേ? എന്താ, മെസ്സേജ് അയച്ചെന്നോ? എടോ, തനിക്കറിയില്ലേ ഞാൻ ഇമെയിലൊന്നും റെഗുലർ ചെക്ക് ചെയ്യാറില്ലെന്ന്? അറിയാലോ, പിന്നെ ഒരു എക്സ്ക്യൂസുമായി ഇങ്ങോട്ട് വരല്ലേ എന്നൊക്കെ നരേൻ ഒച്ചവെക്കുന്നത് ഗംഗയും കൂട്ടരും ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴാണ് നിള തന്റെ കളിത്തൊക്കുമായി അങ്ങോട്ട് വരുന്നത്. അവൾ ടിഷ്യൂ എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും ഗംഗയും യമുനയും അത് ശ്രദ്ധിക്കാതെ നരേനെ നോക്കി നിൽപ്പാ. അത് കണ്ട് നിളയും, നിങ്ങളിവിടെ എന്തു നോക്കി നിൽക്കുക എന്ന് ചോദിക്കേ. ഞങ്ങളെ ഒരു ഷോ കണ്ടോണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ് അവർ വീണ്ടും നരേനെ ശ്രദ്ധിക്കുകയാ. അവൻ അപ്പോഴും കോളിലായിരുന്നു. ഫോണിലോ? എടോ, ഒരു ദിവസം എത്ര മെസ്സേജാ വരുന്നതെന്ന് അറിയാമോ? അതെല്ലാം ഞാൻ കാണണമെന്നുണ്ടോ? ഇതിപ്പോ കണ്ടാൽ തന്നെ ഞാൻ ശ്രദ്ധിക്കണമെന്നുണ്ടോ എന്നവൻ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന കാവേരിയും മനസ്സിൽ പറയുന്നുണ്ട്, മെയിലും ഫോണിലും ഒന്നും പറ്റില്ല, നേരിട്ട് പറഞ്ഞാൽ ഓർക്കുകയുമില്ല, പിന്നെ ഇങ്ങനെയാ ഇയാളൊരു കാര്യം അറിയിക്കുന്നത് എന്നോർത്തവൾ ആലോചനയോടെ നിൽക്കുമ്പോഴാണ് നിള കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ടോയ് ഗൺ കാണുന്നത്. അവൾ ചിരിയോടെ നരേനെ ഒന്ന് ശ്രദ്ധിച്ച് കാണിച്ചു തരാം എന്ന് മനസ്സിൽ പറഞ്ഞ് നിളയുടെ അടുത്തേക്ക് ചെന്ന് അതിങ്ങ് തന്നേ മോളെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ തോക്ക് വാങ്ങി നരേനെ ഉന്നം വെക്കുകയാ. കാവേരി, വേണ്ട കാവേരി എന്ന് പറഞ്ഞ് ഗംഗയും യമുനയും നിളയുമെല്ലാം അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ നരേനു നേരെ ഉന്നം പിടിച്ച് നിൽപ്പാ. ഞാൻ പറഞ്ഞത് കേട്ടോണം, അല്ലാതെ എല്ലാരും കൂടി എന്റെ തലയിൽ തോണ്ടി കളിക്കല്ലേ, മനസ്സിലായല്ലോ എന്നൊക്കെ നരൻ മൊബൈലിലൂടെ ഒച്ച വെക്കുമ്പോഴാണ്
കാവേരി ഗൺ അമർത്തുന്നതും അതിലെ ആ സ്റ്റിക്ക് അവന്റെ തലയിൽ ചെന്ന് പതിക്കുന്നതും ഞെട്ടലോടെ നരൻ നോക്കുമ്പോഴേക്കും കാവേരിയും കൂട്ടരും മതിലിന് പുറകിലേക്ക് താഴ്ന്നിരിക്കുന്നുണ്ട്. നരേനും കോൾ നിർത്തി തന്റെ തലയിൽ തൊട്ട് നോക്കുമ്പോഴേക്കും ആ സ്റ്റിക്ക് കാണുകയാണ്. അവനത് എടുത്തു നോക്കുമ്പോഴേക്കും കാവേരിയും ചിരിയോടെ ഇപ്പ വിനീത് നരനെ പരിചയപ്പെടാൻ ചെല്ലുന്നതും നിവിനെ കാണാനായി രാഗിണി അവന്റെ തിരുവനന്തപുരത്തെ താമസ സ്ഥലത്തെത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.